അമ്മാ വുഖൂഫുക അഷിയത അറഫ, അറഫയിൽ നീ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ, അറഫയിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അറഫയിലേക്ക് അവതരിക്കും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഹാജിമാരെ അഭിനന്ദിക്കും, ഹാജിമാരെക്കുറിച്ച് മലക്കുകളോട് അഭിമാനം പറയും. യുബാഹിബിക്കുമുൽ മലായിക എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ വിഷയം അതാണ്. എന്താ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരോട് പറയുകയാണ്, ഹാജിമാർ വന്നതിനെക്കുറിച്ച് പറയും, അവർ വന്നത് അർജുന മഗ്ഫിറതി വ റഹ്മതി, എൻ്റെ പാപമോചനവും എൻ്റെ കാരുണ്യവും പ്രതീക്ഷിച്ചാണ് ഹാജി വന്നതെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഹാജിമാരോട്. എന്താ പറയുക, ഫലൗ കാനത് ദുനൂബുക്കും അദദ റമലി ഔ കസബദിൽ ബഹ്രി ഗഫർതു ഹലക്കും എന്നാണ്. ഹാജിമാരെ, നിങ്ങളുടെ തെറ്റുകൾ മണലുകളുടെ എണ്ണത്തോളം അല്ലെങ്കിൽ സമുദ്രത്തിലെ നുരകളോട് എണ്ണത്തോളമാണെങ്കിലും ഞാൻ നിങ്ങൾക്കത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, അദദുർ റമൽ എന്ന് പറഞ്ഞാൽ മണലിൻ്റെ എണ്ണം, സബദുൽ ബഹർ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ നുര, ഇതിനോളം എണ്ണം ഒത്തതാണ് നിങ്ങളുടെ തെറ്റുകളെങ്കിലും ഞാനത് പുറത്തു തരും എന്ന് അറഫയിൽ ഹാജിമാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സുവിശേഷം പറയുമെന്നാണ്, സന്തോഷ വാർത്ത പറയുമെന്നാണ്. എന്ന് മാത്രമല്ല, അറഫയിൽ നിന്ന് ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫയിൽ സന്ധിച്ച ഹാജിമാർ മുസ്ദലിഫയിലേക്ക് പോകുമ്പോൾ പറയുന്നത് അഫീദു ഇബാദി മഗ്ഫൂറൻ ലക്കും വലിമൻ ശഫഅതും ലഹു എന്നാണ്. ഹാജിമാരെ, അറഫയിൽ സമ്മേളിച്ചവരെ, മുസ്ദലിഫയിലേക്ക് നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി പാപമോചനത്തിന് ശഫാഅത്ത് നിർവഹിച്ചോ അവർക്കും പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് അയക്കുക എന്നുള്ളതാണ് ആ ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നത്.